നമ്മൾ ഡ്രസ്സ് അലക്കുന്ന സാഹചര്യത്തിൽ അത് വാഷിംഗ് മെഷീനിലാകുമ്പോൾ നജസായ വസ്ത്രങ്ങൾ ഒക്കെ നമ്മൾ അലക്കേണ്ടി വരും. അപ്പോൾ കുട്ടികളുടെ മൂത്രമായത്, അതല്ലെങ്കിൽ മെൻസസിൻ്റെ ബ്ലഡായത്, ഇത്തരത്തിൽ നജസായ വസ്ത്രങ്ങൾ നമ്മൾ അലക്കുന്ന സാഹചര്യത്തിൽ അത് വാഷിംഗ് മെഷീനിലാകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നജസ് കഴുകുമ്പോൾ വസ്ത്രത്തിലൊക്കെ നജസ് കഴുകുന്ന സാഹചര്യത്തിൽ അത് വെള്ളം അങ്ങനെ ഒഴുക്കി വെള്ളം അതിലൂടെ പുറത്തേക്ക് പോകണം. അപ്പോഴാണ് അത് ശുദ്ധിയാകുന്നത്. നേരെ മറിച്ച് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ 2 കൊല്ലത്തിൽ കുറഞ്ഞ വെള്ളത്തിൽ ബക്കറ്റ് പോലെയുള്ള ഇതിൽ മുക്കിയെടുത്തുകൊണ്ട് അതിൽ നജസായ വസ്ത്രം അലക്കുകയാണെങ്കിൽ ആ വെള്ളവും നജസാകും, വസ്ത്രവും നജസാവും, ബക്കറ്റും നജസാവും, കൈയൊക്കെ നജസാകുകയാണ് ചെയ്യുക. നേരെ മറിച്ച് വെള്ളം വസ്ത്രത്തിലേക്ക് ഒഴിച്ചുകൊണ്ടാണ് അത് ശുദ്ധീകരിക്കേണ്ടത്. അപ്പോൾ ഇതേ പ്രകാരം തന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ വെള്ളം ഇട്ടുകൊണ്ട് സോപ്പും പൊടിയും നജസായ വസ്ത്രവും അതിലിടുകയാണെങ്കിൽ മറ്റുള്ള വസ്ത്രങ്ങളും നജസാകും, ആ വെള്ളവും നജസാവും, വാഷിംഗ് മെഷീൻ്റെ ഭാഗങ്ങളും നജസാവും, ഒക്കെ നജസാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നജസ് ആദ്യം പൈപ്പിൽ ഉപയോഗിച്ചോ മറ്റേതെങ്കിലും രൂപത്തിൽ അത് കഴുകിയതിന് ശേഷം, അത് വൃത്തിയാക്കി നജസ് പൂർണ്ണമായി നീക്കിയതിന് ശേഷമാവണം അത് വാഷിംഗ് മെഷീനിലിട്ട് ഡ്രസ്സ് അലക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ നജസായ മൂത്രമായതോ ബ്ലഡായതോ ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സ് ഒന്നിച്ച് മറ്റു വസ്ത്രങ്ങളോടൊപ്പം വാഷിംഗ് മെഷീനിൽ ഇടുകയാണെങ്കിൽ ആ വസ്ത്രവും നജസാവും, ആകെ നജസാവുകയാണ് ചെയ്യുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനി അലക്കുന്ന സാഹചര്യത്തിൽ നജസായ വസ്ത്രങ്ങളും മറ്റു വസ്ത്രവും എന്ത് ചെയ്യരുത്? വാഷിംഗ് മെഷീനിൽ ഇടരുത്. മറിച്ച് ആ നജസൊക്കെ പൂർണ്ണമായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം അലക്ക് മെഷീനിലിട്ട് ശുദ്ധീകരിക്കുക. ഇതേ പ്രകാരം തന്നെ നമ്മുടെ തറയിൽ നജസായി കുട്ടി മൂത്രയിച്ചതുണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ തുടക്കുകയാണെങ്കിൽ, കുറച്ച് വെള്ളം അതിൻ്റെ മുകൾക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ തുടക്കുകയാണെങ്കിൽ നജസ് ഒന്നാകെ പരക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ നജസ് ഉണങ്ങിയ തുണി കൊണ്ട് മൂത്രം തുടച്ചെടുക്കണം. മൂത്രമാണെങ്കിലും കാഷ്ടാണെങ്കിലും അത് പൂർണ്ണമായി തുടച്ചെടുത്തതിന് ശേഷമാണ് വെള്ളം ഉപയോഗിച്ച് കഴുകേണ്ടത്. അതല്ലാതെ അതിൻ്റെ കൂടെ വെള്ളം ഒഴിച്ചതങ്ങനെ പരത്തുകയാണെങ്കിൽ, പല ആളുകളും ചെയ്യുക അങ്ങനെയാണ്. ആ തുടക്കുന്ന സാധനം എടുത്തുകൊണ്ട് വന്ന് മൂത്രം അതിൻ്റെ മുകളിൽ കൂടെ അതൊന്നായിട്ട് അങ്ങ് പരത്തും. അപ്പോൾ നജസ് മൊത്തം വ്യാപിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിലൂടെ നടക്കുന്ന കാലും ഒക്കെ നജസ്സാകുകയാണ് ചെയ്യുക. അപ്പോൾ അത് ചെയ്യേണ്ട രൂപം ആദ്യം ആ നജസ് നീക്കുക. അത് പൂർണ്ണമായി ഉണങ്ങിയ തുണിയോ മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് പൂർണ്ണമായി നീക്കിയതിന് ശേഷം മാത്രം അവിടെ പരിസരം നനയ്ക്കുക. അള്ളാഹു ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും.